മലയാളം ഏകദേശം ചെറുങ്ങനെ അറിയാം. നാട്ടിലെവിടെയാ ഉണ്ടായിരിക്കും? തിരുവനന്തപുരം. ഹലോ ഗൈസ്, വെൽക്കം ടു ബൈ കാൽഫോർട്ടി വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കോത്തത്തിങ്കിലെ ഇല്ലത് കോത്തത്തിങ്കിലെ കാഴ്ചകൾ, ഒരു രാത്രികാല കാഴ്ചകൾ ചെറിയ രീതിയിൽ കാണിച്ചു തരാം. അപ്പോൾ കോത്തത്തിങ്കിൽ നമുക്ക് നമ്മളെ ഷാഹിദ് ബ്രോ അതുപോലെ ഉനീസ് ചാനലുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് സഹകരിക്കണം. അപ്പം വീട് കാര്യമായിട്ട് എന്തെങ്കിലും ഇല്ലയോ നോക്കി വെക്കാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് ഗോ. ഷാഹിദ് ബ്രോൻ്റെ കടയാണ് കേട്ടോ കോത്തത്തിങ്കിൽ. അതുപോലെ തന്നെ ഇത് നമ്മൾ ഉനീസ് ചാനൽ റെസ്റ്റോറൻറ്റ് അജ്മീർ. അപ്പോൾ അവിടെ ഒരു പസാർ മാല എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. രാത്രിയിൽ നമ്മൾ ചന്ത പോലത്തെ സംഭവം, അത് കാണാൻ വേണ്ടി പോയേക്കാം നമുക്ക്. ഓക്കെ, അങ്ങോട്ട് പോകുന്നതിന് മുന്നേ നമുക്കുണ്ടല്ലോ ഒരാളെ പരിചയപ്പെടാനുണ്ട്, നമുക്ക് പരിചയപ്പെടാനോ. കൂടെ നമ്മളെ മുത്തോണി രജിച്ചേട്ടനുണ്ട്. രജിച്ചേട്ടയുടെ നാട്ടിലെ സ്ഥലം? ഞാൻ കണ്ണൂർ ജില്ലയിൽ ആലക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ആലക്കാട്. ഇവിടെ കുറേ ആയാ? ഇവിടെ 13 വർഷം. ഇവിടെ മെയിൻ എന്ത് പരിപാടി? കുക്കിംഗ് ആണ്. മാസ്റ്റർ ഷെഫാണ് കേട്ടോ. മീൻകോറി മാമ. ഉള്ളി മുട്ട പൊട്ടിച്ചൊഴിക്കൽ. നാട്ടിലത്തെ കടുകിന്റെ ഇല. കടുകിന്റെ ഇല. ഗോബി, ക്യാബേജ്. ഇതെന്തിന്റെയാണ്? ഒരു മൈദാനം കൊണ്ടാക്കുന്ന സാധനം. മൈദര സാമ്പാർ ഉണ്ട്. സ്പെഷ്യൽ സാമ്പാർ. സോസ് സിറം. കുറച്ച് വെള്ളം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു അല്ലേ? ചിക്കൻ. മുളക്. പച്ചമുളക്. തഹു ഒരു പനീറിലുണ്ട് നാട്ടിലത്തെ. അതിന്റെ വർഗത്തിൽപ്പെട്ടതോ? ലിമോ കസ്തൂരി. ചെറിയ നാരങ്ങ. റെഡി അല്ലേ? സെർവ് ചെയ്തോ. മീൻകോറി മാമ റെഡി ഗൈസ്. നീലെന്തായാലും കുറച്ച് സോസ് വയ്ക്കണം. ഒരു കട്ടി കഷ്ണം വെച്ച് സോസ് കഴിഞ്ഞു. ഓക്കെ, ശുഭം. നാട്ടിലെ എളുപ്പമാണ് കേട്ടോ റൊട്ടി ചൂടാൻ വേണ്ടി. പൊറോട്ട ചൂടാൻ. പൊറോട്ടനെ റൊട്ടിയാ പറയുന്നത് അല്ലേ? എളുപ്പമുള്ള പരിപാടിയാണ്. റൊട്ടി ബോംബ. കണ്ണൂരായിട്ട് ബോംബാക്കേണ്ട പരിപാടിയാ അല്ലേ? പ്ലാന്ത നാട്ടിൽ പറയല് ഡാൽഡ. പഞ്ചസാര. നല്ല തുണുകളെ സമ്മതിക്കണം. ഒന്നും പാല് സുസു. ഇവിടെ പാലിന് സുസു എന്നാണ്. മടക്കി നമ്മിട്ട് സംഭവം റെഡി ഇതാ. റൊട്ടി പൊട്ടിത്തെറിക്കും ചിലപ്പോ. കണ്ണൂർക്കാരനായോണ്ട് പൊട്ടിത്തെറിക്കും. കണ്ണൂർക്കാരനായോണ്ടാ നിങ്ങത്തെ ബോംബലിയുടെ കണ്ടുപിടിച്ചത്. മലേഷ്യയിൽ നിർമ്മിക്കാൻ തുടങ്ങി. കണ്ണൂർക്കാർ ഇടയും ബോംബ് കളക്കാൻ തുടങ്ങിയിട്ടാണ്.
ഈ സെയിം തന്നെ ആക്കുന്നത്. ക്യാമറ കൈകാര്യം ചെയ്യാൻ പോകുന്ന നമ്മളെ മുത്തുമണി അനന്തു വന്ന്. അനന്തു നാട്ടിലേടാ? പയ്യന്നൂരാ, മാതാമംഗലം. എവിടെ നമുക്ക്? ഓക്കെ, ലെറ്റ്സ് ഗോ. സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ നാട്ടിലൊരു ചന്തയിലില്ലേ, അതുപോലത്തെ തന്നെ പസാർ മാല അല്ലേ? പസാർ മാല. അപ്പൊ നമുക്ക് ഇതിലെ കാഴ്ചകളും കാണാം. അനന്തു വന്ന് നല്ല കാണിച്ചു കിട്ടാം. ഏകദേശം എല്ലാം ഉണ്ടല്ലേ, പച്ചക്കറി ഇത് ഇപ്പൊ ആഴ്ചക്ക് 2 ദിവസം ഉണ്ടായാലും വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച 2 ദിവസം ഉണ്ടാവും. 2 ദിവസം. താത്ത നാട്ടിലാണ്. താത്ത ഇതാണ്. ആ ഒരു ലാസ്റ്റ് കുറച്ച് പ്രായമുള്ളൊരു താത്ത മലയാളി. നമ്മുടെ നാട്ടിലെ ഒരു ഇതുണ്ട്, ഒരു ചെറുങ്ങനെ ഏകദേശം മലയാളം അറിയാം. എന്താ മലയാളം ഏകദേശം ചെറുങ്ങനെ അറിയാം? നാട്ടിലെവിടെയാ ഉണ്ടായിരിക്കും? തിരുവനന്തപുരം. തിരുവിതാംകൂർ. അതേ ജില്ലയിലോ? അതിൽ ആ പണ്ടുണ്ടായ തിരുവിതാംകൂറാ? ആ കാലത്തുണ്ടായിരുന്നു അല്ലേ? എന്തായാലും 10 മരിച്ചല്ലേ? ഇപ്പൊ എവിടെയാണ് സെറ്റ് ആയിട്ട് കുറെ വർഷമായി. നാട്ടിൽ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നു? ഇതുവരെ പോയിട്ടോ? നാട്ടിൽ പോയിട്ടേ ഇല്ല. പിന്നെ 10 കാര്യമില്ല. നമ്മൊന്ന് കറങ്ങിട്ട് വരാം. പോയിട്ട് വരാം. താത്താന്ന് ഇതുവരെ നാട്ടിൽ തന്നെ, കേരളം എന്തെന്ന് തന്നെ അറിയില്ല താത്താക്ക്. താത്ത വെച്ച് കഴിഞ്ഞാൽ അവരെ ഉപ്പ അങ്ങനെ ആരോ വന്നേന്ന്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. പണ്ടേ വന്നിട്ടിരിക്കുന്ന അവരുടെ മക്കൾക്ക് ആർക്കൊന്നും മലയാളമൊന്നും അറിയില്ല. പിന്നെ ഇവർക്ക് തന്നെ കുറച്ച് പറയാനും പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് കേരളത്തിൻ്റെ സംഭവം അറിയില്ല. തിരുവിതാംകൂറിൻ്റെ ഒരു ഓർമ്മയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായ സംഭവം ഇല്ല, കഥയില്ല എന്ന് പറയുന്നു. നാട്ടിലൊന്നും ഇതുവരെ പോയിട്ടുമില്ലായിരുന്നു. ഭയങ്കര അവസ്ഥയാണ് ഇപ്പോൾ അവരുടെ കാര്യം. പക്ഷെ പറയുമ്പോൾ മലയാളികൾ അങ്ങനെല്ലാം പറയും. അങ്ങനത്തെ കുറേ ടീംസ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ഒന്നും പറഞ്ഞില്ല. നമുക്ക് നേരെ നടന്നിട്ട് ഇതിൻ്റെ അറ്റം വരെ ഒന്നും ഇല്ലേ നോക്കിയിട്ട് വരാം. വാ.
അപ്പിൻ ജാഗോ ഇല്ല. നല്ല ഫ്രഷ് മീനുകളുണ്ട് കേട്ടോ, പലതരം വെറൈറ്റി മീൻ. നോക്കിയാൽ ഒരു ഐസ് പോലും ഇടാണ്ട് നല്ല സെറ്റായി വെച്ചിട്ടുണ്ട്. പലതരം പേരാണ്, പേര് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. നാട്ടിൽ ഇതേണൊക്കെ പല പേരുണ്ടല്ലോ, ചെമ്മീൻ, കൂന്തൽ, എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. എന്തെല്ലോ സാധനം ഇപ്പം കണ്ടിട്ട് തിരിയുന്നില്ല എന്തൊന്നും. എന്താ വെച്ചാൽ തിന്നാൻ തോന്നില്ല കാണുമ്പോൾ. പലതരം എന്തെല്ലോ അപ്പവും കാര്യങ്ങളെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊരിച്ചിട്ട് തരലല്ലോ എന്ന് തോന്നുന്നു. പിന്നെ എന്നാൽ ഇവർ പറയുന്ന പേരും തിരിയുന്നില്ല. പിന്നെ നമ്മളത് കത്തുപ്പാത്തെല്ലാം ഉണ്ടാണ് ഇന്നത്തെ. അതുപോലെ തന്നെ മസാല ഇട്ട് വെച്ചിട്ട് എന്തെല്ലോ ഐറ്റംസും ഭയങ്കര കാണുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു നെഞ്ഞത്ത് നടക്കത്തൊരു മസാലയും. അതുകൊണ്ട് പിന്നെ ഒന്നും തിന്നാൻ നിന്നിട്ട പേടിയാന്ന്. ഇത് വെച്ചാലുണ്ടല്ലോ പുട്ട് എന്ന് പറഞ്ഞത് നമ്മൾ അനന്ത് പറഞ്ഞത്, നമ്മൾ സ്റ്റീം കേക്കിൻ്റെ ആ സംഭവം ആക്കിയിട്ടില്ല പുട്ട്. അതിലിതാ ശർക്കരയും അങ്ങനത്തെ ആ സംഭവം ഇട്ടിട്ട് ചെറിയ ഇങ്ങനെ റോൾ കണക്കി ആക്കിയിട്ട് ഫുള്ള് പാർസലാണ് ഏറ്റവും കൂടുതൽ. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊന്നുമില്ല, എല്ലാം പാർസൽ. ഇപ്പം അതേപോലെ കണ്ടായിരുന്നു. അതേപോലെ അതിൻ്റെ ഇതാക്കിയിട്ട് അതിനുള്ളിൽ ശർക്കരയും മറ്റു കാര്യങ്ങളും ഇട്ടിട്ട് അതുപോലത്തെ നമ്മളൊരു നാട്ടിൽ എന്നപ്പം എന്ന് പറയില്ല, പഞ്ഞിപ്പെട്ടിയാണ് അങ്ങനത്തെ ഒരു സംഭവം. പലതരം ഫ്രൂട്ട്സിൻ്റെ കളിയാട്ടം. പിന്നെ ഇവിടെ കുറച്ച് ക്രോപ്പോസ് കാണുന്നുണ്ട്. ക്രോപ്പോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ പൊരിച്ചിട്ട് കൊടുക്കുന്ന മീനിൻ്റെ അങ്ങനത്തെ ഐറ്റംസ്, പൊരിച്ചിട്ടും പൊരിക്കാതെയും ഉപ്പിലിട്ട് അങ്ങനത്തെ ഐറ്റംസ്. പൈസ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ? ഈ ഒരു ചെറിയ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടില്ല. അതെ, വീട്ടിൽ ഒരു ചെറിയ പസാർ മല എന്ന് പറഞ്ഞാൽ രാത്രിയിൽ നമ്മുടെ നാട്ടിലെ ചന്ത പോലത്തെ ഒരു സംഭവം തരുന്നതെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ വീഡിയോ ആദ്യം കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് സഹകരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഷാല്ലാ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ കൊത്തത്തിങ്കിലെ പസാർ മാലത്തും ക്യാമറമാൻ അനന്തുവിനോടൊപ്പം ബൈ കാൽഫോർഡിൻ. ബൈ ബൈ.